ഹലോ, പിന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അൽഫഹാം ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെയാണ് ഈ ഒരു അൽഫഹാം ചിക്കനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ചിക്കനെ 4 പീസാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ സാധാരണ അൽഫഹാമിൻ്റെയൊക്കെ ആ ഒരു പീസ് പോലെ തന്നെ അത്രയും വലുപ്പത്തിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലൊരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു വടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇത് നമ്മൾ ഉള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ എല്ലൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു മീറ്റാണ് കേട്ടോ, നമുക്ക് ഈ ഒരു ഇറച്ചിയാണ് ഒന്ന് ചതഞ്ഞ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ എല്ലാ പീസിലും ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഉപ്പും അതുപോലെ പുളിയും മുളകൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/3 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓരോ പീസിലും ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ ഒരു മസാലയാണ് കേട്ടോ നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറൊരു മസാലയും കൂടി ഇതിൽ തേക്കാനുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവ് നോക്കിയിട്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു 8 മുളകാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ കുറച്ച് വലിയ ചിക്കനാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോവാതെ ചൂടാക്കിയെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുത്താൽ മതി. നന്നായിട്ട് ചൂടാക്കിയെടുത്ത് പിന്നെ ഒന്ന് ചെറുതായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി ഞാനിതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഒരു ഇടത്തരം വലിപ്പമുള്ള തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഒരു 1/3 കപ്പൊക്കെ വേണ്ടി വരും. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂണൊക്കെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവ് കൂടി പോകും കേട്ടോ. കാരണം നമ്മൾ അല്ലെങ്കിൽ വറ്റൽ മുളകിൻ്റെ അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മുളക് പൊടിയുടെ കളറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാല മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. കുറച്ച് വലിയ പീസായതുകൊണ്ട് തന്നെ ഈ ഒരു വരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു വരയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മസാല എന്നാലുള്ള നന്നായിട്ട് മസാല പിടിക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുള്ളൂ. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാക്കാനുള്ളതൊക്കെ തലേ ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് അത് വെന്തും കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 2-2.5 മണിക്കൂറൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി.
ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്രില്ലിലും ഓവനിലും ഒന്നും അല്ല കേട്ടോ ചെയ്തത്. അപ്പോൾ ഗ്രില്ലിലും ഓവനിലൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം ചൂട് കട്ടിയുള്ള തന്നെ നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മാത്രം കൊള്ളില്ല, കാരണം കുറച്ച് വലിയ പീസായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഫ്രൈ പാനിലും കൂടെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. 2 പീസാണ് കേട്ടോ ഈ ഒരു പാനിൽ വെച്ച് കൊടുക്കുന്നത്. 2 പീസ് ഫ്രൈ പാനിലും വെച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തീയും നല്ല ഹൈ ഫ്ലെയിമിലാണ്, കുറച്ച് വെച്ചിട്ടില്ല. ഈ ഒരു മസാലയ്ക്കൊന്ന് ഇതിൽ പിടിക്കുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരുപാട് വെള്ളമായി പോകും. ഈ ചിക്കനിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ട് ആ മസാലയൊക്കെ ആ വെള്ളത്തിൽ അങ്ങോട്ട് പോകും. അപ്പോൾ മസാലയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഇതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് കുറച്ച് വലിയ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 2 പീസ് ഞാനിതാ ഈ ഒരു ഫ്രൈ പാനിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ആ ഒരു അപ്പുറത്തെ ഭാഗത്തുള്ള മസാലയൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാ കണ്ടല്ലോ, മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ള മസാലയും കൂടെ അതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡും ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ മസാലയൊന്നും പിന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും മസാല ഇതിൽ നിന്ന് പോവില്ല കേട്ടോ. ഇനി ഈ ഒരു സൈഡും കൂടെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോഴുള്ളത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. കാരണം ഇത് കുറച്ച് വലിയ ചിക്കനാണ്. സാധാരണ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ അതുപോലെ ഇങ്ങനെ അൽഫാം, തന്തൂരി, ബ്രോസ്റ്റ് ഒക്കെ ആണെങ്കിലും ചെറിയ ചിക്കൻ, അതായത് 1 കിലോയ്ക്കുള്ള ചിക്കനാണ്, അല്ലെങ്കിൽ 1 കിലോൻ്റെ താഴെയുള്ള ചിക്കൻ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ കുറച്ച് വലിയ പീസാണ്, വലിയ ചിക്കനാണ് കേട്ടോ. ഏകദേശം 2 കിലോൻ്റെ മുകളിലുള്ള ഒരു ചിക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് മൂത്ത ചിക്കൻ ആയതുകൊണ്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം വരും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് സാവധാനം കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട്, അതുപോലെ എല്ലിൻ്റെ ഉള്ളിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടപ്പൊന്ന് തുറന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ കടായിൽ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ മൊരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ പാനിലുള്ളതും അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടത്തും കൂടെ ഇതിലേക്ക് ആക്കാം കേട്ടോ. ഇത് കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇതിലേക്കാണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് അൽഫാമിനൊരു സ്മോക്കി ഫ്ലേവർ വേണമല്ലോ, അപ്പോഴുള്ളൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അൽഫാമിൻ്റെ. അപ്പോൾ നമ്മൾ സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു 2 പീസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് സ്മോക്കി ഫ്ലേവർ കൊടുക്കാം. ഇനി കൂടുതൽ മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഓയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് തൈര് പാത്രത്തിൽ ചിരട്ടയുടെ കണലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പുക വരുന്ന സമയത്ത് നമുക്ക് ഇത് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു അടപ്പ് വെച്ചാൽ പുകയൊന്നും ഒട്ടും പുറത്തേക്ക് പോകില്ല കേട്ടോ. ഫുള്ളായിട്ട് ഈ ഒരു ചിക്കനിൽ തന്നെ പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് ഒഴിവാക്കിയിട്ട് ചിക്കൻ സെർവ് ചെയ്യാം. നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ചിക്കൻ അൽഫഹാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുബൂസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. മുമ്പ് നമ്മൾ ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്ത സമയത്തൊക്കെ കുബൂസിൻ്റെ റെസിപ്പി കാണിച്ചതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അൽഫഹാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കന്, കുറച്ച് മൂത്ത ചിക്കനാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.